പറയുന്നത് എനിക്ക് അത് പ്രാന്താണ്. സ്വാഭാവികമാണ്. ഭ്രാന്തില്ലാത്തവരില്ല. മനുഷ്യന് ഭ്രാന്തുണ്ട്, കാര്യം ഭ്രാന്തില്ലാത്തവരില്ല. പിന്നെ ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. അതെ, എല്ലാവർക്കും ഭ്രാന്തുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പഞ്ചാബിലൊക്കെ ഇരുന്നിട്ടുണ്ട്. ഗുജറാത്തിൽ വളർന്നവനെ ഞാൻ. ഗുജറാത്തിൽ വളർന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പകുതി പിന്നെ ജീവിതം നല്ല ഗുജറാത്തിൽ ഞാൻ ജീവിച്ചത്. സഹോദരിമാരൊക്കെ അവളെ ജോലിയായിരുന്നു. അവളെ കൊണ്ടാക്കുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ അവളെയൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ 2 തല്ല് വരുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല. ഇളയായതുകൊണ്ട് അങ്ങനെ ഗുണമുണ്ട്. 2 തല്ല് മേടിക്കും. അപ്പോൾ അതിൻ്റെ കുശൃതിയുണ്ട്. അപ്പോൾ ഞാൻ സഞ്ചാരിയായിരുന്നു. ഒറ്റയ്ക്കങ്ങ് പോവും. അത് കേരളം വിട്ടുള്ള പോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സൗന്ദര്യം കാണണമെങ്കിൽ ഇടുക്കിയിലെ പല ഭാഗങ്ങൾ. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, ഞാൻ ഇന്ത്യയിൽ ഒരു 5-6 ഓൾ ഇന്ത്യ ചെയ്ത ആളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിക്കും. ഞാൻ പറയും കേരളം. സ്വന്തം നാടായതുകൊണ്ട് പറയല്ല, കേരളത്തിനകത്തുള്ളതിൻ്റെ അത്രയും ഭംഗി വേറെ ഒരു സ്ഥലത്തുനിന്നും കിട്ടത്തില്ല. അതിൽ ഏറ്റവും സുന്ദരം ഇടുക്കി. ഇടുക്കി എവിടെ നോക്കിയാലും ഭംഗിയാണ്. ഏത് സ്ഥലത്തു നിന്ന് നോക്കിയാലും ഇടുക്കിക്ക് ഒരു സൗന്ദര്യം. പറഞ്ഞു അവിടെ മറ്റുള്ളവരോട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു, നീ ഭാഗ്യവാനാണ്, അവർക്ക് നല്ല വായു ശ്വസിച്ചാൽ മതി. നമ്മുടെ ഏറ്റവും വലിയ വിഷ, ഏറ്റവും കൂടുതൽ വിഷം ഉള്ളത് ഇടുക്കിയില്ല. ഏലം മാത്രമല്ല, തേയിലയ്ക്ക് അടിക്കുന്നുണ്ട്. ഏലത്തിന് 25-ാം ദിവസം 30-ാം ദിവസം മരുന്നടിക്കണം. ഭൂമി സർക്കാർ പോലും കണ്ടിട്ടില്ലാത്ത വിഷങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. ഉണ്ടെങ്കിലേ അത് നിലനിൽക്കുകയുള്ളൂ. അപ്പം ഇത് എങ്ങോട്ടാ പോകുന്നത്? ഭൂമിയിലോട്ടാണ് പോകുന്നത്. ഇതിന്റെ ബാക്കി സ്പ്രേ ആയിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നത് അന്തരീക്ഷത്തില്ല. അത് നമ്മൾ ശ്വസിക്കുക. പക്ഷേ കാരണം മുന്നേ ഞാൻ പണ്ടൊക്കെ ഇടുക്കിയിൽ വരുമ്പോഴത്തേക്ക് ഈ തേയിലക്കാട്ടിനകത്തുള്ള വെള്ളച്ചാട്ടത്തിൽ വരുന്ന വെള്ളം കുടിക്കരുത് എന്ന് പറയും. അപ്പം ഞാൻ അഗസ്ത്യാർകൂടം കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കുള്ള വെള്ളം നമ്മൾ വെള്ളം കൊണ്ട് പോകത്തില്ല. നമ്മുടെ കയ്യിൽ കുപ്പി എന്തെങ്കിലും ഉണ്ടാവും, നമ്മൾ അവിടെ നിന്ന് ശേഖരിച്ചിട്ടാണ്. ഈ ബാഗിലൊക്കെ ഞാൻ അതിലൊന്ന് വെള്ളം ശേഖരിച്ചിട്ട് കുടിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഇടുക്കിയിൽ വരുമ്പോൾ ഈ തേയിലക്കാട്ടിനടയിലുള്ളത് കുടിക്കില്ലെന്ന് പറയും. നിങ്ങൾ സന്ധ്യ ആവണ്ട. ശരി, എല്ലാവർക്കും നമസ്കാരം. സന്ധിപ്പം വരേക്കും